നമ്മുടെ ഒ.പിയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കേസുകളിലൊന്നാണ് മടമ്പ് വേദന അഥവാ ഉപ്പൂറ്റി വേദന. നമ്മൾ ഹീൽ പെയിൻ എന്നൊക്കെ പറയും. ഒ.പിയിൽ വരുന്ന രോഗികൾ പ്രസൻറ്റ് ചെയ്യുന്നത്, ഡോക്ടറെ രാവിലെ എണീക്കുന്ന സമയത്ത് കാലിൻ്റെ മടമ്പ് അങ്ങോട്ട് കുത്താൻ പറ്റില്ല, ഭയങ്കരമായിട്ടുള്ള വേദനയാണ്, ആ ഭാഗത്ത് തൊടാനും പറ്റില്ല. ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ആ വേദന പതുക്കെ പതുക്കെ അങ്ങോട്ട് പോകും. ബസ്സിൽ ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നാൽ, അതല്ലെങ്കിൽ രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത്, ഇപ്പോൾ ഡോക്ടറുടെ ഒ.പിയിൽ ഇവിടെ വന്ന് ഇരുന്ന് എണീക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് സിവിയർ വേദനയാണ്. രാവിലത്തെ കുറേ ജോലികൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കാല് കുത്തുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തു, എന്നിട്ടും ആ വേദന ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നില്ല. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ആയുർവേദത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ ഫിസിയോതെറാപ്പി ചെയ്തു, കുറേ മരുന്ന് കഴിച്ചു, പക്ഷേ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് നമ്മൾ ഹീൽ പെയിൻ അഥവാ കോമൺ ആയിട്ട് പറയുന്ന പ്ലാന്റർ ഫേഷ്യേറ്റീസ്, അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന, അല്ലെങ്കിൽ മടമ്പ് വേദന. ഐ ആം ഡോക്ടർ ഷമീർ തോടേങ്ങൽ, ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യൻ, ക്രസൻറ്റ് ആയുർവേദ ഓർത്തോപെഡിക്സ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക്, മങ്കട, മലപ്പുറം. കാലങ്ങളായിട്ട് മരുന്ന് കഴിച്ചിട്ടും 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടും ഈ ഉപ്പൂറ്റി വേദന എന്തുകൊണ്ടാണ് ഡോക്ടറെ മാറാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് സാധാരണ 9 കാരണങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. ഈ 9 കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ കൊടുത്താൽ നമ്മൾ ഒ.പിയിൽ വരുന്ന ആൾമോസ്റ്റ് എല്ലാ രോഗികളുടെയും ഈ മടമ്പ് വേദന നമ്മൾ പൂർണ്ണമായി മാറ്റിയെടുക്കാറുണ്ട്. മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, മരുന്ന് കൊടുത്ത് ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്നു, അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ മോഡേൺ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്ട്രെച്ചിങ് എക്സസൈസുകൾ, അതുപോലെ തന്നെ ഡയറ്റുകൾ, ഇതെല്ലാം ചേർന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് മെത്തേഡാണ് നമ്മളെ ക്ലിനിക്കിൽ സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ 9 കാരണങ്ങൾ? ഈ 9 കാരണങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നമ്മുടെ വേദന നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. ഒന്നാമത്തേത് വെയിറ്റ് ഗെയിനാണ്. അതായത് റീസെൻ്റായിട്ട് ഏറ്റവും അടുത്ത കാലങ്ങളിൽ ശരീരത്തിൻ്റെ ഭാരം കൂടിയ ആളുകൾക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ പ്ലാന്റർ ഫേഷ്യേറ്റീസ് അല്ലെങ്കിൽ ഹീൽ പെയിൻ നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ കാരണം നെർവ് എൻട്രാപ്മെൻ്റ് ആണ്. അതായത് ടാർസൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെർവ് എൻട്രാപ്മെൻ്റ് ആണ് രണ്ടാമതായിട്ടുള്ള കാരണം. ഡയബറ്റിക് ന്യൂറോപ്പതി, പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനുള്ള ആളുകൾക്ക് ഇതുപോലെ മടമ്പ് വേദന സാധാരണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ആർത്രൈറ്റിസ് ആണ്. നമുക്കറിയാം ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയും, യൂറിക് ആസിഡ് കൂടിയ ആളുകൾക്കും രാവിലെ മടമ്പ് കുത്തുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള വേദന കൊണ്ട് വരാറുണ്ട്. ഈ യൂറിക് ആസിഡ് വന്ന പേഷ്യൻറ്റിന് യൂറിക് ആസിഡിൻ്റെ മരുന്ന് കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ ഈ മടമ്പ് വേദന നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കാരണം ടൈറ്റായിട്ടുള്ള ഷൂകൾ ഉപയോഗിക്കുന്നതാണ്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചപ്പൽ മാറ്റുന്നു, അല്ലെങ്കിൽ പുതിയ ഷൂ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നടക്കുന്നു, യാത്ര ചെയ്യുന്നു, കുറേ സമയം നിൽക്കുന്നു, ഇതൊക്കെ മടമ്പ് വേദന ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. അടുത്തതായിട്ട് വരുന്ന കാരണം നമ്മുടെ ജന്മന നമ്മുടെ ഫൂട്ടിൽ വരുന്ന ചില ചേഞ്ചുകളാണ്. നമുക്കറിയാം ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയും, അതായത് പെസ്പ്ലാനസ്, നമ്മളെ കാല് പത്തടിക്കാല്, പരന്ന കാല് എന്ന് പറയും അടിഭാഗം. ചില ആളുകൾക്ക് ആർച്ച് വളരെ കൂടുതലായിരിക്കും, നമ്മുടെ കാലിൻ്റെ മിഡ് ഫൂട്ട് ഭാഗത്തുള്ള ആർച്ച് വളരെ കൂടുതലായിട്ടുള്ള ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് കാലൊരു ഭാഗത്തോട്ട് ചെരിഞ്ഞ ആളുകളുണ്ടാവും, എവേർട്ടഡ് ഫൂട്ട് എന്നൊക്കെ പറയും. ഈ ഇത്തരം ആളുകൾക്കും മടമ്പ് വേദന സാധാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അടുത്ത കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കാലിൻ്റെ അടിയിൽ സാധാരണ പറയും എല്ല് വളർച്ച എന്ന് പറയും. അത് സാധാരണ എല്ല് വളർച്ച അല്ലെങ്കിലും കുറേ ആളുകൾക്ക്, കുറേ വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, വെയിറ്റ് എടുത്ത് സ്റ്റെപ്പ് കയറുന്ന ആളുകൾ, ഒബീസായ ആളുകൾക്കൊക്കെ സാധാരണ ആ വെയിറ്റ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു കാൽക്കേനിയം അല്ലെങ്കിൽ മടമ്പിലായതുകൊണ്ട് അവിടെ എല്ല് വളർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതും സാധാരണയായി മടമ്പ് വേദന ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അടുത്തത് വരുന്നത് സ്ട്രെസ് ഫ്രാക്ചറാണ്. അതായത് നല്ല ഒബീസായ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലാത്ത ആളുകൾ നമ്മൾ കൂടുതൽ ഹാർഡായ സർഫസിലൂടെ, ഇപ്പോൾ ടർഫിലൊക്കെ കളിക്കുന്ന പോലെ ഹാർഡായ റോഡിലൊക്കെ ഓടുന്ന ആളുകൾ ഹാർഡായ സർഫസിലൂടെ കൂടുതൽ നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മടമ്പ് വേദന വരാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെ ഫ്രാക്ചറായിട്ട് കുറേ കൂടുതൽ മാരത്തോൺ റണ്ണേഴ്സൊക്കെ ഒബീസായ ആളുകൾ ഓടിക്കഴിഞ്ഞാൽ അതിന് ആ എല്ലിന് പതുക്കെ പൊട്ടുകൾ വരാനുള്ള സാധ്യത. അതാണ് നമ്മൾ സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അടുത്തത് കാരണമായിട്ട് പറയുന്നത് പ്ലാന്റർ ഫേഷ്യക്ക് വരുന്ന ടിയർ ആണ്. നമുക്കറിയാം ഈ പ്ലാന്റർ ഫേഷ്യ എന്ന് പറഞ്ഞാൽ മടമ്പിൻ്റെ താഴെ നമ്മളെല്ലാ വിരലിലോട്ടും പോകുന്ന ഒരു ഫൈബ്രസ് ബാൻഡാണ്. അപ്പോൾ തീരെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത ആളുകൾ സ്റ്റെപ്പൊക്കെ ഓടിക്കയറുക, ഒരു ദിവസം കൂടുതലായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ
ഈ പ്ലാന്റാർ ഫേഷ്യ പതുക്കെ നമ്മൾ പൊട്ടിപ്പോവാന്നൊക്കെ പറയും, കീറിപ്പോകുന്ന ഒരവസ്ഥയാണ് പ്ലാന്റാർ ഫേഷ്യ ടിയർ. അങ്ങനെയുള്ള രോഗികൾക്കും മെടമ്പ് വേദന വരാറുണ്ട്. പിന്നെ വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു കാരണമുണ്ട്, അതാണ് നമ്മൾ ടെതേർഡ് കോഡ് സിൻഡ്രോം എന്ന് പറയും. അതായത് നട്ടെല്ലിന് സുഷുമ്ന നാഡി സാധാരണ L1 വെർട്ടിബ്രയുടെ ലെവലിൽ നിൽക്കുന്നതിന് പകരം കുറച്ചുകൂടെ താഴോട്ട് വന്ന് സുഷുമ്ന നാഡിയുടെ നീളം കുറച്ച് കൂടുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ആളുകളും ആദ്യമായിട്ട് നമ്മുടെ ഒ പിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെടമ്പ് വേദനയാണ്. അപ്പോൾ ഈ ഇത്രയും കാരണങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ ഉപ്പൂറ്റി വേദന നമുക്ക് മാറ്റാൻ കഴിയും. ഇനി നമ്മളെടുത്തേക്ക് വരുന്ന പേഷ്യൻ്റ് ഈ പറയുന്ന കാര്യങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് അവർക്ക് കാല് കുത്താൻ പറ്റുന്നില്ല, ആ തൊടുന്ന ഭാഗത്ത് ആ ഉപ്പൂറ്റിയുടെ സൈഡ് ഭാഗത്ത് അടിഭാഗത്തും നല്ല വേദനയുണ്ടാവും. നന്നായിട്ട് മസാജ് ചെയ്യോ കാല് കുറച്ച് മുകളിലോട്ടോ താഴോട്ടോ സ്ട്രെച്ചിങ് ഒക്കെ മൈൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വേദന കുറയും. ഈ ലക്ഷണങ്ങളോട് വരുന്ന പേഷ്യൻറ്റിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ ഹീൽ പെയിൻ വന്ന പേഷ്യനെ നമ്മൾ എക്സ്റേക്ക് വിടുന്നു. ഒരു ആംഗിളിൻ്റെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഈ എക്സ്റേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാക്കിയുള്ള അവസ്ഥകൾ, ഒരു എല്ല് വളർച്ച അല്ലെങ്കിൽ ഹീൽ സ്പർ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഒഴിവാക്കാം, അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. അതല്ലെങ്കിൽ ട്യൂമർ പോലെയുള്ള ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് അവിടെ വരുന്നുണ്ടോ, ഈ പറഞ്ഞ പോലെ ഒബീസായിട്ടുള്ള തടിയുള്ള ആളുകൾ കൂടുതൽ നടക്കുക ഓടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് ഫ്രാക്ചർ വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കണ്ടീഷനുകളൊന്നും അവിടെ ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പ്ലാന്റാർ ഫേഷ്യേറ്റിസിൽ അല്ലെങ്കിൽ ഹീൽ പെയിനിൽ നമ്മൾ എക്സ്റേ എടുക്കുന്നത്. ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ശരിക്കും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പേഷ്യൻറ്റിൻ്റെ ലക്ഷണം നോക്കിയിട്ടാണ് സാധാരണ നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനി പ്ലാന്റാർ ഫേഷ്യേറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള 9 കാരണങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമത്തെ കാരണം പറഞ്ഞത് ഓവർ വെയ്റ്റ് ആണ്. റീസെൻ്റായിട്ട് അടുത്ത് കൂടിയിട്ടുള്ള ബോഡി വെയ്റ്റ്, സാധാരണ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ലേഡീസിന്, അതുപോലെ സെഡൻഡറി ആയിട്ട് ഇരുന്ന ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പ്ലാന്റാർ ഫേഷ്യേറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡയറ്റ് പറഞ്ഞിട്ട് നമുക്കവരുടെ വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത് വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി പോലെ അല്ലെങ്കിൽ നെർവ് എൻട്രാപ്മെൻറ്റ് പോലെയുള്ള കണ്ടീഷനാണ്. ഞരമ്പ് കുടുങ്ങിപ്പോകുന്ന ടാർസൽ ടനൽ സിൻഡ്രോം ഒക്കെ ആണെങ്കിൽ നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തി അത് ആണോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കൺസർവേറ്റീവ് അല്ലെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ആർത്രൈറ്റിസ് ആണ്. നമ്മളറിയാം പ്ലാന്റാർ ഫേഷ്യേറ്റിൻ്റെ താഴെ വരുന്ന നീരുകെട്ട് കൊണ്ട് ആർത്രൈറ്റിസിൽ പേഷ്യൻ്റ് നമുക്കറിയാം യൂറിക് ആസിഡ് ആവാം അല്ലെങ്കിൽ രക്തവാതം പോലെയുള്ള അസുഖങ്ങളാവാം. പേഷ്യൻറ്റിന് മെടമ്പ് വേദന അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റിഫ്നെസ്, രാവിലെ എണീക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും കൃത്യമായിട്ടുള്ള പോയിൻ്റ് ടെൻഡർനെസ്സും അതിൽ തൊടുമ്പോഴുള്ള വേദനയും അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ കാലും കുത്താൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ, ആർത്രൈറ്റിസ് ആണെങ്കിൽ കൃത്യമായിട്ട് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ കൊടുക്കണം. യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക് ആസിഡ് കുറക്കാനുള്ള കൃത്യമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് വരുന്നത് പ്ലാന്റാർ ഫേഷ്യക്ക് വരുന്ന പരിക്കുകളാണ്. കുറേ ഓടിയ സ്റ്റെപ്പ് കയറിയ ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പ്ലാന്റാർ ഫേഷ്യ ടിയർ അല്ലെങ്കിൽ സ്ട്രെയിൻ വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് തടയാനുള്ള ആദ്യത്തെ മാർഗം. കൃത്യമായിട്ട് റെസ്റ്റ് കൊടുത്ത ശേഷം, കൃത്യമായിട്ട് ഡ്യൂറേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് പതുക്കെ പ്ലാന്റാർ ഫേഷ്യയുടെ സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുത്താൽ വേദന നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയും. ഇനി അടുത്തത് വരുന്നത് റിപ്പീറ്റേറ്റീവ് സ്ട്രെയിൻ ആണ്. അതായത് നേരത്തെ പറഞ്ഞ സ്ട്രെസ് ഫ്രാക്ചറാണ്. തീരെ ഓടുകയോ നടക്കുകയോ ചെയ്യാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് മാരത്തോൺ ഓടുകയോ അല്ലെങ്കിൽ കുറേ നടക്കുകയോ സ്റ്റെപ്പ് കയറുകയോ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രാക്ചർ, ആ എല്ലിന് പൊട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കുറേ ഓവറായിട്ട് സ്ട്രെയിൻ വന്ന ശേഷം ചെറിയ ചെറിയ ക്രാക്കുകൾ പോലെയാണ് സ്ട്രെസ് ഫ്രാക്ചർ കാണുന്നത്. ആ സ്ട്രെസ് ഫ്രാക്ചർ വരുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 ആഴ്ച മുതൽ 12 ആഴ്ച വരെ റെസ്റ്റ് കൊടുക്കണമാണ്. ആ റെസ്റ്റിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസ്, കാഫ് മസിൽ സ്ട്രെങ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രെസ് ഫ്രാക്ചർ കൊണ്ടുള്ള മെടമ്പ് വേദന നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മെടമ്പ് വേദനയുടെ മെയിനായിട്ടുള്ളൊരു കാരണം നേരത്തെ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യ ടിയർ ആണെങ്കിലും, അതല്ലെങ്കിൽ ഈ സ്ട്രെസ് ഫ്രാക്ചർ ആണെങ്കിലും, അതല്ലെങ്കിൽ പെട്ടെന്ന് വന്ന വെയിറ്റിലാണെങ്കിലും, നമുക്കറിയാം പ്ലാന്റാർ ഫേഷ്യക്ക് ഒരു പരിക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫേഷ്യ ടൈറ്റായി പോകും. ഒരേ സമയം റെസ്റ്റ് എടുക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഈ പ്ലാന്റാർ ഫേഷ്യക്ക് അതുപോലെ തന്നെ നമ്മുടെ കാഫ് മസിലിനും ടൈറ്റ്നെസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഈ ടൈറ്റായ ഈ 2 മസിലുകളെ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പ്ലാന്റാർ ഫേഷ്യയുടെ പെയിന് അല്ലെങ്കിൽ അവിടെ വരുന്ന നീരുകെട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാരണം കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് കൃത്യമായിട്ടുള്ള ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, അതിനുശേഷം സ്ട്രെങ്തനിങ് എക്സസൈസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റീസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. ഇനി മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ സാധാരണ പറയും ഫുട്ട് പെയിൻ ആണെങ്കിൽ കാലിൽ വരുന്ന വേദന ഫോർ ഫുട്ട് പെയിൻ എന്ന് പറയും. നമ്മളെ വിരൽ വരുന്ന ഭാഗം, അതുപോലെ തന്നെ നമ്മൾ ആർച്ച് വരുന്ന ഭാഗം മിഡ് ഫുട്ട് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മളെ ഹീല് മെടമ്പ് വരുന്ന ഭാഗം ഹിൻ ഫുട്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ ഹിൻ ഫുട്ട് പെയിനിലെ പെയിൻ പ്രോട്ടോക്കോൾ, അതായത് ആ വേദന മാറ്റാനുള്ള ആദ്യത്തെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹീലുള്ള ടൈപ്പ് ചെരുപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതും ഏകദേശം 1 ഇഞ്ച് മെടമ്പിലും ഉയരം വരുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷൂകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മെടമ്പ് വേദന ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പലുകളാണെങ്കിൽ സിലിക്കോണിൻ്റെ ഹീൽ കുഷ്യൻ എന്നുള്ളൊരു ഓർത്തോസിസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമ്മുടെ ചെരുപ്പിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മെടമ്പ് വേദന ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഏറ്റവും അവസാനമായിട്ട് നമ്മളും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഒന്ന്, കൃത്യമായ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, ഒരു 35 to 45 മിനിറ്റ്സ് കൃത്യമായിട്ടുള്ള വാമപ്പ്, അതുപോലെ തന്നെയുള്ള ബ്രിസ്ക് വാക്കിംഗ് പോലെയുള്ള എക്സസൈസുകൾ തുടർന്ന് പോവുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ കുറേ കാലം റെസ്റ്റ് കൊടുക്കുന്ന അവസരങ്ങൾ വരാറുണ്ട്. അതുപോലെ ടിപ്പിക്കലായിട്ടുള്ള ബോഡി വെയ്റ്റ് കൂടുന്ന അവസ്ഥകളിലൊക്കെ സംഭവിക്കുന്നത് നമ്മളെ കാലിൻ്റെ ഫൂട്ടിൻ്റെ ഇൻട്രൻസിക് ഗ്രൂപ്പ് ഓഫ് മസിൽസ്, ചെറിയ ചെറിയ മസിലുകൾ ഉപയോഗിക്കാതെ ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും, മസിലുകൾ ചുരുങ്ങി പോകുന്ന അവസ്ഥ, പ്ലാന്റാർ ഫേഷ്യ ടൈറ്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മുട്ടിൻ്റെ താഴെ കാണുന്ന കാഫ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഉണ്ട്, കാഫ് മസിൽസ്. അതുപോലെ തന്നെ നമ്മളെ തുടയിൻ്റെ പുറകിൽ കാണുന്ന ഹാംസ്ട്രിങ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്. ഈ മസിലുകൾക്ക് വരുന്ന ടൈറ്റ്നെസ്സുകളും മെടമ്പ് വേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഫൂട്ടിൽ വരുന്ന മസിലുകൾ, അതുപോലെ തന്നെ പ്ലാന്റാർ ഫേഷ്യ, കാഫ് മസിൽ, ഈ ഹാംസ്ട്രിങ് മസിൽ, ഈ 4 മസിലുകളും കൃത്യമായിട്ടൊരു ഫിസിയോതെറാപ്പി സഹായത്തോടു കൂടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കത് സ്ട്രെച്ച് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ പ്ലാന്റാർ ഫേഷ്യ അല്ലെങ്കിൽ എല്ലാത്തരം മെടമ്പ് വേദനകളും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഹീൽ പെയിൻ്റെ ചികിത്സ നമ്മൾ തേടാവൂ. നമുക്കറിയാം ക്യാൻസർ അടക്കമുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ നട്ടലിൻ്റെ ലെങ്ത് കൂടുന്ന ടെതേർഡ് കോഡ് സിൻഡ്രം പോലെയുള്ള കാര്യങ്ങൾ, പ്ലാന്റാർ ഫേഷ്യയിൽ വരുന്ന ടിയറുകൾ, അതുപോലെ തന്നെ സ്ട്രെസ് ഫ്രാക്ചറുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അതൊരു മോർബിഡിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലൈഫ് ടൈം ആയിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ബുദ്ധിമുട്ടായി മാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ഹീൽ പെയിൻ നമ്മൾ ചികിത്സിക്കാൻ പാടുള്ളൂ. സാധാരണ മെടമ്പിൽ വരുന്ന ഒരു മുള്ള് പോലെയുള്ള എല്ല് വളർച്ച, ഈ എല്ല് വളർച്ച കൊണ്ടാണ് ആ ഡോക്ടറെ ഈ മെടമ്പ് വേദന വന്നതെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഒ പിയിൽ വരുന്ന പരിക്കുകൾ, ഇപ്പോൾ ഫുട്ബോൾ കളിച്ച് വരുന്ന പരിക്കുകളിലൊക്കെ നമുക്ക് ആംഗിളിൻ്റെ എക്സ്റേ എടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഒരു ആംഗിൾ ലാറ്ററൽ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ മുള്ളുകൾ, എല്ല് വളർച്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ രോഗിക്ക് ഒരു തരത്തിലുള്ള മെടമ്പ് വേദനയും ഉണ്ടാകാറില്ല. അതായത് മെടമ്പ് വേദനയുടെ കാരണം ഒരിക്കലും ഈ എല്ല് വളർച്ചയല്ല. നമുക്ക് കാണുന്ന എല്ല് വളർച്ചയിൽ 10% എല്ല് വളർച്ചയും യാതൊരുവിധ ലക്ഷണങ്ങളും നമുക്ക് കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ എല്ല് വളർച്ച കൊണ്ട് ഒരിക്കലും ഒരു മെടമ്പ് വേദന ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതേസമയം നേരത്തെ പറഞ്ഞ മെടമ്പ് വേദന അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന അല്ലെങ്കിൽ ഹീൽ പെയിൻ അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ, കൃത്യമായ ചികിത്സ സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ പ്ലാന്റാർ ഫേഷ്യയിൽ ചെറിയ ചെറിയ നീരിട്ടുണ്ടാവും. പ്ലാന്റാർ ഫേഷ്യ മൈക്രോട്ടിയർ എന്നറിയും. പ്ലാന്റാർ ഫേഷ്യ ചെറുതായിട്ട് പൊട്ടിൽ വരും. അവിടെ കുറച്ച് സമയം നിലനിൽക്കുന്ന നീരുകെട്ടുകൾ, നമ്മൾ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുക, ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പതുക്കെ കാൽസ്യം വന്ന് അടിഞ്ഞു കൂടിയിട്ട് അത് മുള്ള് പോലെ ഫോം ചെയ്യും. അങ്ങനെ വരുന്ന മുള്ളുകളാണെങ്കിൽ അത് മെടമ്പ് വേദനയ്ക്ക് കാരണവും ആവും. പറഞ്ഞു വരുന്നത് എല്ലാ മെടമ്പിലും കാണുന്ന ഈ മുള്ളുകൾ മെടമ്പ് വേദനയ്ക്ക് കാരണമാകുന്നില്ല. അതേസമയം കുറേ കാലങ്ങളായിട്ടുള്ള മെടമ്പ് വേദനയും അതിനുശേഷം പതുക്കെ രൂപപ്പെടുന്ന മുള്ളുകളുമാണെങ്കിൽ അത് കൃത്യമായിട്ട് സർജറി ചെയ്ത് ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ വേണ്ടിവരും. അതല്ലെങ്കിൽ മെടമ്പ് വേദന നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇനി നമ്മളെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങനെ ചികിത്സിക്കാറുണ്ട്? പ്ലാന്റാർ ഫേഷ്യേറ്റീസ് അല്ലെങ്കിൽ ഹീൽ പെയിൻ വന്ന പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കൃത്യമായിട്ട് എന്താണോ
ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിൻ്റെ കാരണം അത് കൃത്യമായിട്ട് എക്സ്റേ ഉണ്ടാവും, ചില ആളുകളുടെ അടുത്ത് MRI ഉണ്ടാവും. മുമ്പ് കാണിച്ച പ്രിസ്ക്രിപ്ഷനൊക്കെ നോക്കി കൃത്യമായിട്ട് അതിൻ്റെ കാരണം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസിൻ്റെ ആദ്യത്തെ ചികിത്സ. പിന്നെ ചെയ്യാനുള്ളത് ആയുർവേദിക് മാനേജ്മെൻറ്റാണ്. കൃത്യമായിട്ടുള്ള മരുന്നുകളാണ് ആയുർവേദത്തിലുള്ളത്. ഓരോ അവസ്ഥകളിലും രാവിലെ എണീക്കുമ്പോൾ വരുന്ന മോർണിംഗ് സ്റ്റിഫ്നെസ് മുതൽ ആ ഏരിയ തൊടുമ്പോൾ നമുക്കറിയാം മെഡമ്പിൻ്റെ മീഡിയൽ സൈഡും അതുപോലെ തന്നെ അടിഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ തൊടുമ്പുള്ള വേദന, ടെൻഡർനെസ് ഏറ്റവും കൂടുതലുള്ള ഏരിയ. അപ്പോൾ നമ്മൾ ആ ടെൻഡർനെസ് ഏറ്റവും കൂടുതലുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യും, ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസുകൾ സാധാരണ ഉപയോഗിക്കും. അതിൻ്റെ കൂടെ തന്നെ ആയുർവേദത്തിൽ നമുക്ക് ലേപനങ്ങളുണ്ട്, തൈലങ്ങളുണ്ട്. തൈലങ്ങൾ നമ്മൾ അധികം ഉപയോഗിക്കാറില്ലെങ്കിലും വിവിധ കണ്ടീഷനുകൾ, നല്ല സിവിയർ ആയിട്ടുള്ള പെയിനും അതുപോലെ തന്നെ വളരെയധികം ടെൻഡർനെസ് ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ലേപനങ്ങൾ അല്ലെങ്കിൽ ചൂർണങ്ങളല്ല ആ വേദന ഒന്ന് കുറഞ്ഞ് ടെൻഡർനെസ് ഒന്ന് കുറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഓരോ കണ്ടീഷൻ അനുസരിച്ചും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ലേപനങ്ങൾ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കുന്നു. അവസ്ഥാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മരുന്നുകൾ മാറ്റുന്നു. ആ ഭാഗത്ത് ആയുർവേദത്തിൽ പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ലോക്കലായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അതൊരു ഹീലിംഗ് പ്രോസസ്സ് ആക്കുന്നു. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സകളുണ്ട്. എല്ലാ പഞ്ചകർമ്മ ചികിത്സകളും നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസിൽ ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം കൃത്യമായിട്ട് ആ ലോക്കൽ ഇൻഫ്ലമേഷൻ, ആ നീരുകെട്ട് ഒഴിവാക്കാനുള്ള പഞ്ചകർമ്മ ധാര പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്ലാന്റാർ ഫേഷ്യ, കാഫ് മസിൽ, ഹാംസ്ട്രിങ് മസിലൊക്കെ റിലീസ് ചെയ്യുന്ന കിഴികൾ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ലോക്കലായി ചെയ്യുന്ന പാരാസർജിക്കൽ പ്രൊസീജിയറുകൾ ചെയ്ത് കഴിഞ്ഞാൽ, അതേസമയം എക്സസൈസും സ്ട്രെങ്തനിങ്ങും ഫിസിയോതെറാപ്പിയും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അല്ലെങ്കിൽ ഹീൽ പെയിൻ അതല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന നമുക്ക് മാറ്റാൻ കഴിയും. ഉപ്പൂറ്റി വേദനയുടെ അല്ലെങ്കിൽ മെടമ്പ് വേദനയുടെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സയും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു. നമ്മുടെ OPയിൽ വരുന്ന ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും, ഏകദേശം 100% ആളുകൾക്കും നമുക്ക് ആ മെടമ്പ് വേദന പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ താഴെ പറഞ്ഞ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.